يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني ويفقهوا قولي. സമാദരണീയരായ സത്യവിശ്വാസികൾ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം ഏറെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് നമ്മുടെ അഭിമാനം എന്നത്. നമ്മുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന ഒന്നും ഒരു കാര്യവും ഉണ്ടാവാൻ നമ്മൾ ആഗ്രഹിക്കാറില്ല. മാത്രമല്ല, ആ രൂപത്തിലുള്ള ഇടപെടലുകൾ മറ്റുള്ളവരുടെ അടുത്തു നിന്ന് ഉണ്ടാകുന്നതും നമ്മൾ ആഗ്രഹിക്കുകയോ അതിന് അനുവദിച്ച് വകവെച്ച് നൽകുകയോ ചെയ്യാറുമില്ല. ഇസ്ലാം ഏറെ പ്രാധാന്യത്തോടു കൂടിയാണ് മനുഷ്യൻ്റെ അഭിമാനത്തെ കാണുകയും അതിന് വിലയും പ്രാധാന്യവും നൽകുകയും ചെയ്യുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നത്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യതൂഫു ബിൽ കഅബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയെ തവാഫ് ചെയ്യുന്നതായി ഞാൻ കണ്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയെ തവാഫ് ചെയ്യുന്ന സമയത്ത് വയഖൂൽ, പ്രവാചകൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മാ അത്യബകി വ അത്യബ റീഹകി, എത്ര പരിശുദ്ധമായ ഗേഹമാണ് നീ, വമാ അഅ്ളമകി വ അഅ്ളമ ഹുർമതകി, നീ എത്ര പവിത്രമായ സ്ഥലവും അതിലേറെ എത്ര പവിത്രമാണ് നിന്റെ അഭിമാനവും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തുടർന്ന് പ്രവാചകൻ പറഞ്ഞത്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, മുഹമ്മദിൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് സത്യം. ലഹുർമത്തുൽ മുഅ്മിനി അഅ്ളമു ഇൻദല്ലാഹി ഹുർമതൻ മിൻകി, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നേക്കാൾ പവിത്രത, പരിഗണന ലഭിക്കുന്നത് വിശ്വാസിയുടെ അഭിമാനത്തിനും, വമാലുഹു അവൻ്റെ ധനത്തിനും, വദമുഹു അവൻ്റെ ജീവനും ആണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ കഴിയും. നമ്മൾ 5 നേരവും തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുന്ന ആ കഅബ കാണാനുള്ള ആഗ്രഹം ഇല്ലാത്ത ആളുകളുണ്ടാവില്ല. ഒരു തവണ കണ്ട ആളുകൾക്ക് വീണ്ടും ആ ഗേഹത്തിലേക്ക് എത്താനും ആരാധനകളിൽ സജീവമാകാനുമുള്ള താല്പര്യം മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ആ ഭവനത്തെ നമ്മൾ എത്ര
ആദരവോടുകൂടിയും എത്ര പ്രാധാന്യത്തോടു കൂടിയുമാണോ കാണുന്നത്, അതിന് ഒരു കേടുപാട് സംഭവിക്കുന്നത്, അതിനൊരു കോട്ടം സംഭവിക്കുന്നത്, അത് തകർക്കപ്പെടുന്നത് എത്ര ഗൗരവകരമായിട്ടാണോ നമ്മൾ കാണുന്നത്, അത് എത്രമേൽ അനിഷ്ടമാണോ നമുക്ക് ഓരോരുത്തർക്കും, അതിനേക്കാൾ പ്രാധാന്യം ഇസ്ലാം നൽകുന്നത് നമ്മുടെ സഹോദരൻ്റെ, നമ്മുടെയും അഭിമാനത്തിനും അവൻ്റെ ധനത്തിനും അവൻ്റെ ജീവനും ആണ് എന്ന കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്. മറ്റുള്ളവൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന പ്രവർത്തനങ്ങളും വാക്കുകളും പറയുന്നതിനും പ്രവർത്തികൾ ചെയ്യുന്നതിനും യാതൊരു മടിയും പലപ്പോഴും പലർക്കും ഉണ്ടാവാറില്ല. സമൂഹമധ്യത്തിൽ അവൻ്റെ ആത്മാഭിമാനത്തെ പിച്ചി ചീന്തുന്നതിൽ, അതിന് ക്ഷതം വരുത്തുന്നതിൽ യാതൊരു വിധത്തിലുള്ള മടിയോ അതിൽ ഒരു പ്രയാസമോ പലർക്കും പലപ്പോഴും ഉണ്ടാവാറില്ല. ഇങ്ങനെ ആളുകളുടെ കുറ്റവും കുറവും അന്വേഷിച്ച് അതിലൊരു റിസർച്ച് തന്നെ നടത്തി അവരെ സമൂഹ മാധ്യമങ്ങളിൽ വഷളാക്കുന്ന, അപഹസിക്കുന്ന, അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് ഒരു തൊഴിലായി തന്നെ സ്വീകരിച്ച ആളുകളെയും നമുക്കിടയിൽ തന്നെ കാണാൻ കഴിയും. അങ്ങനെ ഒരാളുടെ ന്യൂനത അന്വേഷിച്ചു പോവുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾ വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട് എങ്കിൽ വിശുദ്ധ ഖുർആൻ അവരോടായി പറയുന്ന കാര്യം, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇജ്തനിബു കസീറൻ മിനൽ-ളന്ന്, നിങ്ങൾ ഊഹത്തിൽ അധികവും, ഊഹത്തെ അഖിലവും ഒഴിവാക്കണം. കാരണം ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ, തീർച്ചയായും ഊഹത്തിൽ അധികവും പാപമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. പലപ്പോഴും പലരെയും കാണാൻ പാടില്ലാത്ത സാഹചര്യങ്ങളിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കാറുള്ളത് അവൻ ആ തെറ്റിൻ്റെയോ ആ സാഹചര്യത്തിൻ്റെയോ വക്താവായി മാറി എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള പ്രചരണമായിരിക്കും നമ്മൾ സമൂഹത്തിൽ അവനെക്കുറിച്ച് പറയാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വാഹനത്തിൽ നിന്ന് വന്ന് ഇറങ്ങി കൊടുക്കാൻ ചില്ലറയില്ലാത്ത ഒരാൾ അടുത്ത് കണ്ട ഒരു കള്ളുഷാപ്പിൽ കയറി അവിടെ നിന്ന് ചില്ലറ വാങ്ങി തിരിച്ചിറങ്ങുന്നത് ഒരാൾ കണ്ടാൽ കണ്ടവൻ സമൂഹത്തിൽ പ്രചരിപ്പിക്കുക പലപ്പോഴും അവൻ മദ്യപാനിയാണ് എന്ന രൂപത്തിലായിരിക്കും. അതുകൊണ്ട് നമ്മുടെ വിചാരങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ തോന്നലുകളെ നമ്മൾ കണ്ടതിനെ അപ്പടി വിശ്വസിച്ചുകൊണ്ട് അതിന് പ്രചാരണം കൊടുക്കുന്ന ആളുകളാവാൻ പാടില്ല വിശ്വാസി. അതിൻ്റെ യാഥാർത്ഥ്യം അന്വേഷിച്ചാൽ തന്നെയും അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാം നൽകുന്ന ഉപദേശവും നിർദ്ദേശവും എന്ന് കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ ലൊന്നിനെ നമ്മൾ പിന്തുടരാൻ പാടില്ല. തുടർന്ന് പറഞ്ഞത് വലാ തജസ്സസു, നിങ്ങൾ മറ്റൊരാളുടെ രഹസ്യത്തിലേക്ക്, അയാളുടെ സ്വഭാവത്തിലേക്ക് ചാരപ്രവർത്തി നടത്താൻ പാടില്ല. അത് ചൂഴ്ന്നന്വേഷിച്ചിട്ട് ആളുകൾക്കിടയിൽ അവനെ വഷളാക്കുന്നതിനു വേണ്ടി, അവൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി, അവൻ്റെ വ്യക്തിത്വത്തെ ഹനിക്കുന്നതിനു വേണ്ടി അവൻ്റെ രഹസ്യങ്ങളിലേക്ക് നിങ്ങൾ ചൂഴ്ന്നിറങ്ങാനും ചാരവൃത്തി നടത്താനും പാടില്ല. വലായ ബഅ്ദുകും ബഅ്ദൻ, നിങ്ങൾ പരസ്പരം പരദൂഷണം പറയാനും പാടില്ല. തുടർന്ന് വിശുദ്ധ ഖുർആൻ ചോദിച്ചത് എന്നിട്ട് അയുഹിബ്ബു അഹദുക്കും അയകുല ലഹ്മ അഖീഹി മൈതൻ, നിങ്ങളിൽ ആരെങ്കിലും തൻ്റെ സഹോദരൻ മരിച്ചു കിടക്കുന്ന സമയത്ത് അവൻ്റെ മയ്യത്തിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് ഭക്ഷിക്കാൻ തയ്യാറാകുമോ എന്നാണ്. അത്രയേറെ വെറുക്കപ്പെട്ട ഒരു കാര്യമായിക്കൊണ്ടാണ് ഇസ്ലാം മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ, അത് പരദൂഷണമാണ് എങ്കിലും, അത് ചാരപ്രവർത്തി നടത്തുന്നതാണ് എങ്കിലും, അതല്ല ലൊന്നിനെ പിന്തുടർന്നുകൊണ്ട് അവൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന കാര്യമാണ് എങ്കിലും ഏറെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കാണാം, തൂബാ ലിമൻ ശഅലഹു ഗൈബഹു അൻ ഉയൂബിന്നാസ്, ഒരുത്തന് മംഗളം, തൂബ, ഒരുത്തന് മംഗളങ്ങൾ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവൻ്റെ മേലുണ്ടാകും. എങ്ങനെയുള്ളവനാണ്? ലിമൻ ശഅലഹു ഗൈബഹു അൻ ഉയൂബിന്നാസ്, തൻ്റെ പോരായ്മകൾ അന്വേഷിച്ച് നടക്കാൻ അവൻ സമയം കണ്ടെത്തിയതുകൊണ്ട് തൻ്റെ സഹോദരൻ്റെ, തൻ്റെ അയൽവാസിയുടെ, തൻ്റെ സഹജീവിയുടെ, തൻ്റെ സഹപ്രവർത്തകൻ്റെ ന്യൂനതകൾ അന്വേഷിക്കാൻ സമയം ലഭിക്കാതെ പോയ ഒരുത്തന്
മംഗളങ്ങൾ ഉണ്ടാകട്ടെ എന്നാണ്. പക്ഷേ നമുക്കിടയിൽ കണ്ടുവരുന്ന ഒരു സാഹചര്യം എന്ത് എന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മുടെ ന്യൂനതകൾ അന്വേഷിക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല. കാരണം മറ്റവൻ്റെ ന്യൂനത അന്വേഷിച്ചു പോകുന്ന തിരക്കിലാണ് നമ്മൾ. അതേ ന്യൂനത തന്നെ എനിക്കുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന സമയത്തും അത് തിരുത്താൻ പോലും നമ്മൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതിനെ മറ്റവൻ്റെ, തൻ്റെ സഹോദരൻ്റെ, സഹപാഠിയുടെ, സഹപ്രവർത്തകൻ്റെ ന്യൂനത കൊണ്ട് കവർ ചെയ്യാനോ അതിനെ മറച്ചു പിടിക്കാനോ ഉള്ള ശ്രമങ്ങളായിരിക്കും പലപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്നാൽ ഇസ്ലാം വളരെ കൃത്യമായി കണിശമായ രൂപത്തിൽ അതിനെ നിരോധിക്കുകയും അതിൽ നിന്ന് താക്കീത് ചെയ്യുകയും ചെയ്യുന്നതായി കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. മാത്രമല്ല അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാർക്കിടയിൽ കണ്ടുവരുന്ന ഇത്തരം സ്വഭാവങ്ങളുടെ ചെറിയ ലാഞ്ചനകളെപ്പോലും ഗൗരവതരമായി കാണുകയും അതിനെ കർശനമായി നടപടികൾ സ്വീകരിക്കുകയും അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതായി നമുക്ക് ചരിത്ര സംഭവങ്ങളിൽ കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും 3 പേരും ഒരുമിച്ച് ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് അറബികൾക്കൊരു പതിവുണ്ട്, അവരുടെ യാത്രയിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഭക്ഷണം പാചകം ചെയ്യുന്നതിനുമൊക്കെ കൂടെ ഒരാളെ കൊണ്ടുപോകും. അങ്ങനെ ഇവർ യാത്ര ചെയ്യാൻ കൂടെ ഒരാളെയും കൂട്ടി യാത്ര ചെയ്യുന്ന സമയത്ത് രാത്രിയിൽ അവർ കിടന്നുറങ്ങി സുബഹിയുടെ സമയത്ത് എഴുന്നേറ്റ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും കാണുന്നത് തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ആ സഹചാരിയായ മനുഷ്യൻ ഇതുവരെയും ഉണർന്നിട്ടുമില്ല, തങ്ങൾക്ക് വേണ്ട ഭക്ഷണം തയ്യാറാക്കിയിട്ടുമില്ല. ഇത് കണ്ടപ്പോൾ രണ്ടാളുകളും പരസ്പരം ഒന്ന് പറഞ്ഞുപോയ വാക്ക് ഇന്ന ഹാദാ ലനഊം, ഇവൻ വല്ലാത്തൊരു ഉറക്കക്കാരനാണല്ലോ, വല്ലാത്തൊരു ഉറക്കമാണല്ലോ ഇവന് എന്ന് പറയുകയും ആ സംഭവം അവിടെ അവസാനിച്ച് പിന്നീട് ഭക്ഷണത്തിന് കറി അന്വേഷിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഈ ഭൃത്യൻ വന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും കറി അന്വേഷിച്ച കാര്യം പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അവർ നേരത്തെ കറി കഴിച്ചതാണ് അല്ലോ എന്ന്. ഇത് അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമ അവരറിയുന്ന സമയത്ത് പ്രവാചകന്റെ അടുക്കൽ ഭയത്തോടു കൂടി വരുന്നുണ്ട്. എന്താ പ്രവാചകൻ ഉദ്ദേശിച്ചത് എന്നറിയില്ല. എന്തേ റസൂലെ, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, പിന്നെയും എന്തേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങളുടെ പല്ലുകളിൽ ആ ഭൃത്യൻ്റെ ഇറച്ചിയുടെ കഷണങ്ങൾ ഞാൻ കാണുന്നുണ്ട് എന്നാണ്. ആ പറഞ്ഞ ഒരു ചെറിയ വാക്കിന് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഗൗരവം എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മൾ ആലോചിക്കേണ്ടുന്നത്, ഈ ചരിത്രമൊക്കെ കേൾക്കുമ്പോഴും അതിങ്ങനെ ആവർത്തിച്ച് പഠിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, നമ്മൾ പറയുന്ന വർത്തമാനം എത്രത്തോളം ഗൗരവമാണ്. നമ്മൾ പരസ്പരം പറയുന്നതും മറ്റൊരാളെക്കുറിച്ച് പറയുന്നതുമായ വാക്കുകളും അത് അവനിലുണ്ടാക്കുന്ന അഭിമാനക്ഷതവും എത്ര വലുതാണ് എന്ന് നമ്മൾ ആലോചിക്കണം. മറ്റൊരു സംഭവം ഇങ്ങനെ കാണാം. ഹഫ്സ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായിട്ടുള്ള സഫിയ റളിയല്ലാഹു അൻഹയെക്കുറിച്ച്, അല്ലെങ്കിൽ സഫിയ റളിയല്ലാഹു അൻഹയോട് ഒരു വർത്തമാനം പറഞ്ഞു. ഇത്രമാത്രമാണ്, ബിൻതു യഹൂദി, ജൂതൻ്റെ മകളെ എന്ന ഒരു വർത്തമാനം പറഞ്ഞ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കിടയിലേക്ക് കടന്നു വരുമ്പോൾ സഫിയ റളിയല്ലാഹു അൻഹ കരയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്തേ സഫിയ കരയുന്നത്? അപ്പോൾ അവർ പറഞ്ഞത്, പ്രവാചകരെ, എന്നെ ഹഫ്സ റളിയല്ലാഹു അൻഹ ഇങ്ങനെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്, ജൂതൻ്റെ മകളെ എന്ന അർത്ഥം വരുന്ന ഒരു പ്രയോഗം എൻ്റെ മേലെ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം സഫിയ റളിയല്ലാഹു അൻഹയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്ന വർത്തമാനമുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഇങ്ങനെ ഒരു പ്രശ്നവുമായി ഭർത്താവിൻ്റെ അടുക്കലേക്ക് ഭാര്യ തൻ്റെ മാതാവിനെക്കുറിച്ച് ഒരു പ്രയാസവുമായി, മാതാവ് പറഞ്ഞ ഒരു വർത്തമാനത്തെക്കുറിച്ചുള്ള ഒരു പ്രയാസവുമായി വരുമ്പോൾ, അല്ലെങ്കിൽ മാതാവ്
തൻ്റെ ഭാര്യ പറഞ്ഞ വർത്തമാനത്തെക്കുറിച്ചുള്ള ഒരു പ്രയാസവുമായി വരുമ്പോൾ എങ്ങനെയായിരിക്കണം ഇടപാട് അല്ലെങ്കിൽ ഇടപെടൽ സമീപനം എന്ന് പ്രവാചകൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫിയയോട് പറഞ്ഞത് ഇന്നകില ബിൻതു നബിയിൻ, അല്ല നീ ഒരു നബിയുടെ മകളല്ലേ, ഒരു നബിയുടെ മകളല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിച്ചത് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്തതി പരമ്പരയിൽ വരുന്ന ആളല്ലേ. വ ഇന്ന അമ്മകി നബി, അതോടൊപ്പം തന്നെ നിന്റെ അമ്മും ഒരു നബിയല്ലേ. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരനാണ്, നബിയാണ്. അപ്പോൾ കുറഞ്ഞ ആളൊന്നുമല്ല. മാത്രവുമല്ല വ ഇന്നകി ലതഹ്ത നബിയിൻ, നീ ഒരു നബീൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ നബിയുടെ ഭാര്യയായ ആളുമല്ലേ, അഥവാ എൻ്റെ ഭാര്യയല്ലേ. അപ്പോൾ പ്രവാചക കുടുംബങ്ങളുമായി ഇത്രയേറെ ബന്ധം പുലർത്തുന്ന നിനക്ക് അതിൽ ഒരു പ്രയാസം ഉണ്ടാകേണ്ടതില്ല എന്ന് മനസ്സ് നീറി നിൽക്കുന്ന സൊഫിയ റളിയല്ലാഹു അൻഹയുടെ ആ വിഷമത്തെ അടക്കിയതിന് ശേഷമാണ് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത് ഇത്തഖില്ലാഹി യാ ഹഫ്സ, ഹഫ്സ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഒറ്റ വർത്തമാനമേ പറഞ്ഞിട്ടുള്ളൂ, ഇത്തഖില്ലാഹി യാ ഹഫ്സ, ഹഫ്സ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന്. ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് എന്ത് നിലപാടെടുക്കണം, എന്ത് സമീപനം സ്വീകരിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി അവിടെ വരച്ചു വെക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. വേറെയും ചരിത്ര സംഭവങ്ങൾ നമുക്ക് ഓർമ്മയിലുള്ളത് പലതും ഉണ്ടാകും, അതൊക്കെ ഇതിനോട് ചേർത്ത് വായിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതുകൊണ്ട് വ്യക്തിബന്ധങ്ങളെ തകർത്തു കളയുന്ന, കുടുംബ ബന്ധങ്ങളെ തമ്മിലടിപ്പിക്കുന്ന, സമൂഹങ്ങളെ നശിപ്പിച്ചു കളയുന്ന ഇത്തരം സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, വല്ലാത്ത അപകടമുണ്ടാക്കുന്നത് ഗീബത്ത് എന്ന് പറയുന്ന, പരദൂഷണം എന്ന് പറയുന്ന ഈ സ്വഭാവമാണ്. എന്നാൽ എല്ലാ ആളുകളിലും സ്വാഭാവികമായി തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള, നമ്മൾ വലിയ തെറ്റായിട്ടൊന്നും കാണാത്ത, വലിയ ഗൗരവം കാണാത്ത ഒരു സ്വഭാവം കൂടിയാണ് ഗീബത്ത് എന്ന് പറയുന്നത്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ രൂപപ്പെട്ടു വന്നുകൊണ്ടേ ഇരിക്കും. നമുക്കതിനെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും പല രൂപത്തിൽ അത് പറഞ്ഞ് ന്യായീകരിക്കാനുള്ള ശ്രമങ്ങളും നമ്മുടെ അടുക്കൽ ഉണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തൻ്റെ സ്വഹാബിമാരോട് ചോദിക്കുന്നുണ്ട്, അതദറൂന മൽ ഗീബ, ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നറിയോ, ഈ പരദൂഷണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, ഖാലു അല്ലാഹു വ റസൂലുഹു അഅലം, അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമാണ് ഏറ്റവും നന്നായി അറിയുക. അത് അവരുടെ വിനയത്തിൻ്റെ ഭാഷയാണ്. ഖാല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ദിക്റുക അഖാക ബിമാ യക്റഹ്, നിന്റെ സഹോദരന് വെറുപ്പുള്ള ഒരു കാര്യം നീ പറയലാണ് ഗീബത്ത് എന്ന് പറയുന്നത്. നിന്റെ സഹോദരനെ കുറിച്ച് അവൻ വെറുക്കുന്ന ഒരു കാര്യം നീ പറയുന്നതാണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ. ഖീല, ആ സമയം സ്വഹാബിമാരിൽ ഉണ്ടായ സംശയം അവർ പ്രവാചകനോട് പറഞ്ഞത്, അഫറഅയ്ത ഇൻ കാന ഫി അഖീ മാ അഖൂൽ, ഇനി ഞാൻ പറയുന്നത് എൻ്റെ സഹോദരൻ്റെ ജീവിതത്തിൽ ഉള്ളതാണെങ്കിലോ, അവൻ്റെ തെറ്റ്, അവനിലുള്ള ഒരു കുഴപ്പത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എങ്കിലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇൻ കാന ഫീഹി മാ തഖൂൽ ഫഖദ് ഇഅ്തബ്തഹു, അവനിൽ ഉള്ള സ്വഭാവമാണ് എങ്കിലാണ് നീ ഗീബത്ത് പറഞ്ഞത്. അവനിൽ ഉള്ളത് തന്നെ പറയലാണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ. വ ഇല്ലം യകുൻ ഫീഹി ഫഖദ് ബഹത്തഹു, ഇനി അവനിൽ ഇല്ലാത്തതാണ് പറയുന്നത് എങ്കിൽ അതിന് കളവ് എന്നാണ് പറയാൻ. അപ്പോൾ ഒരാളിൽ ഉള്ള ഒരു സ്വഭാവം അത് വിളിച്ചു പറയലാണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ. പലരും ധരിച്ചു വെച്ചത് ഉള്ളത് പറയുന്നത് കൊണ്ട് എന്താ കുഴപ്പമെന്നാണ്. ഉള്ളത് പറയുന്നതിനാണ് ഗീബത്ത് എന്ന് പറയാം, ഇല്ലാത്തത് പറയുന്നത് കളവാണ്. ഉള്ളത് പറയണ്ടേ, പറയണം, അതവനോട് പറയണം. അതറിയാനും തിരുത്താനും അർഹതപ്പെട്ടവൻ അവനാണ്. പക്ഷേ നമ്മുടെ സ്വഭാവം എന്താണെന്ന് പറഞ്ഞാൽ, പൊതുവെ കാണപ്പെടുന്ന ഒരു രീതി, അവനല്ലാത്ത എല്ലാവരും അവൻ്റെ പോരായ്മ അറിഞ്ഞിട്ടുണ്ടാവും, അതിൻ്റെ പേരിൽ അവനൊരു പേരും വീണിട്ടുണ്ടാവും. പലപ്പോഴും പലരും ഉമ്മയും വാപ്പയും വിളിക്കുന്ന പേരിലല്ല സമൂഹത്തിൽ അറിയപ്പെടുക.
ഇതുപോലെ ഏതെങ്കിലും ഒരു ദുർഗുണത്തിൻ്റെ പേരിൽ കൂട്ടുകാരോ നാട്ടുകാരോ ചാർത്തിക്കൊടുത്ത പേരിലേക്ക് ആയിരിക്കും അറിയപ്പെടുക. അവനല്ലാത്ത എല്ലാവരും അവൻ്റെ ദുർഗുണത്തെക്കുറിച്ച് അറിയുകയും അവൻ മാത്രം അതിനെക്കുറിച്ച് അറിയാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അതല്ല ഉണ്ടാവേണ്ടത്. എനിക്ക് അവൻ്റെ ദുർഗുണത്തെക്കുറിച്ച് അറിയാമെങ്കിൽ ആദ്യം ഉപദേശിക്കേണ്ടതും പറയേണ്ടതും തിരുത്താൻ ശ്രമിക്കേണ്ടതും അവനെ തന്നെയാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. പണ്ഡിതന്മാർ ഈ പരദൂഷണത്തെ ഇങ്ങനെ കൃത്യമായി നിർവചിക്കുന്നതായി കാണാൻ കഴിയും. ഒരു സംഭവം അതിനു വേണ്ടി അവർ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ ഒരു അടിമയെ വാങ്ങുന്നതിന് വേണ്ടി അങ്ങാടിയിലേക്ക് ചെന്നു. അങ്ങാടിയിലേക്ക് ചെന്ന് കണ്ടതിൽ ഇഷ്ടപ്പെട്ട ഒരു അടിമയെ സമീപിച്ച് അതിൻ്റെ യജമാനനോട് അതിൻ്റെ വിലയുമൊക്കെ തിരക്കിയപ്പോൾ അയാൾ ആ അടിമയുടെ ഗുണങ്ങളും അതിൻ്റെ ആരോഗ്യത്തെയും സവിശേഷതകളെയും ഒക്കെ കുറിച്ചിങ്ങനെ പറഞ്ഞു. അവസാനം പറഞ്ഞു, ഇവന് ചെറിയൊരു പോരായ്മയുണ്ട്. ഇവൻ ഗീബത്ത് പറയുന്ന ആളാണ്, പരദൂഷണം പറയുന്ന ആളാണ്. അതുകൊണ്ട് ഇതുവരെയും വിറ്റുപോയിട്ടില്ല. പൈസ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, പറ്റുമെങ്കിൽ വാങ്ങിക്കോളും. അദ്ദേഹം വിചാരിച്ച് ഗീബത്തല്ലേ, കുഴപ്പമൊന്നുമില്ല, അത് ഞാൻ ശ്രദ്ധിച്ചോളാമെന്ന് പറഞ്ഞ പണം കൊടുത്ത് അയാളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അടിമകളെപ്പോഴും നമ്മുടെ ജീവിതവുമായി, നമ്മുടെ കുടുംബവുമായി, വീടുമായി ഇടകലർന്ന് ജീവിക്കുന്ന ആളുകളായിരിക്കും. കുറേ നാൾ ആ വീട്ടിൽ നിന്ന് ആ മനുഷ്യൻ, ആ അടിമ അവൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കാൻ തുടങ്ങി. അവൻ ആദ്യം ആ ഭർത്താവായ ആളെ സമീപിച്ചു കൊണ്ട് പറഞ്ഞു, നിന്റെ ഭാര്യയ്ക്ക് മറ്റൊരാളുമായി അവിഹിതമായ ബന്ധത്തിലാണ്, അവർ നിന്നെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് വിശ്വാസമില്ല എങ്കിൽ നീ ഉറങ്ങാതെ ഉറക്കം നടിച്ച് കിടന്നാൽ നിനക്കത് ബോധ്യമാകും. തങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ഒരാളാണ് ഈ പറയണത്. എന്നാൽ ഇതേ മനുഷ്യൻ തന്നെ ഭാര്യയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹത്തിന് ആലോചിക്കുന്നുണ്ട്. കുഴപ്പമില്ല, അത് നമുക്ക് പരിഹരിക്കാൻ പറ്റും. പരിഹരിക്കാൻ സിഹറൊക്കെ ചെയ്യുന്നത് പോലെ താടിയിൽ നിന്ന് ചില രോമങ്ങൾ എടുത്തു കൊണ്ടുവന്നാൽ മതി, അത് കിട്ടിയാൽ പരിഹരിക്കാം. എന്തായാലും വെളിച്ചത്ത് ഭർത്താവിൻ്റെ താടി മുറിച്ചെടുക്കുക, അതും കാരണം പറയാതെ എടുക്കുക എന്ന് പറയുന്നത് നടപ്പുള്ള കേസല്ല. തീരുമാനിച്ചത് രാത്രിയിൽ താടി മുറിക്കാൻ തന്നെയാണ്. ഉറക്കം നടിച്ച് കിടക്കുന്ന ഭർത്താവ് കാണുന്നത് ഭാര്യ കത്രികയുമായി വരുന്നതാണ്. ഭർത്താവ് ഭാര്യയെയും ഭാര്യയുടെ കുടുംബങ്ങൾ ഭർത്താവിനെയും കൊല ചെയ്തു എന്നുള്ളതാണ് സംഭവം വിശദീകരിച്ച് അവസാനിപ്പിക്കുന്നത്. പറഞ്ഞു വന്നത്, പലപ്പോഴും പല കുടുംബങ്ങളും ഇല്ലാതാകുന്നത്, പല ബന്ധങ്ങളും ശിഥിലമാകുന്നത് ഇത്തരത്തിൽ ഗീബത്ത് പറഞ്ഞിട്ടാണ്. പറയുന്ന ആളുകൾക്ക് അതിൻ്റെ ഗൗരവമോ അത് ഉണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ചോ യാതൊരു ചിന്തയും ഉണ്ടാവില്ല. പലർക്കും അതൊരു ഹരമായിട്ടാണ് കാണുക. എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ നാവ് ധരിക്കുന്ന, കൈവിറക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും. ശ്രദ്ധിക്കേണ്ടുന്നത്, നമ്മുടെ വ്യക്തിബന്ധങ്ങൾ ഇല്ലാതാക്കുകയും അതോടൊപ്പം തന്നെ കുടുംബ ബന്ധങ്ങൾ തകർത്തു കളയുകയും സാമൂഹിക അന്തരീക്ഷത്തിന് വരെ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഇത്തരം സ്വഭാവങ്ങളെ വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതാണ്. അതല്ല എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടതിനൊപ്പം തന്നെ പരലോകത്തും വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നാളെ പരലോകത്ത് ചില ആളുകൾ വരും. അവരുടെ കയ്യിലേക്ക് അവരുടെ കിതാബ് കൊടുക്കുന്ന സമയത്ത്, ഏടുകൾ കൊടുക്കുന്ന സമയത്ത് അവരതിങ്ങനെ പരിശോധിക്കുമ്പോൾ അവർ ചെയ്യാത്ത ഒരുപാട് കർമ്മങ്ങൾ അതിൽ രേഖപ്പെടുത്തപ്പെട്ടതായി കാണും. അവർ അള്ളാഹുവിനെ സമീപിച്ചുകൊണ്ട് ചോദിക്കും, അള്ളാഹുവെ, ഞാൻ ഈ കർമ്മങ്ങളൊന്നും ചെയ്തതല്ല, പിന്നെ എങ്ങനെയാണ് എൻ്റെ ഏടിൽ ഇത് രേഖപ്പെടുത്തപ്പെട്ടത് എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നീ ചെയ്തിട്ടില്ല എങ്കിലും നിന്നെക്കുറിച്ച് മറ്റൊരാൾ ഗീബത്ത് പറഞ്ഞതിൻ്റെ ഫലമായി നിന്റെ അക്കൗണ്ടിലേക്ക് വന്നു ചേർന്നതാണ് എന്ന് സൂചിപ്പിച്ചത്, ആ അവൻ്റെ അക്കൗണ്ടിലേക്ക് കയറിയത് എൻ്റെയും നിങ്ങളുടെയും അക്കൗണ്ടിൽ നിന്ന് പോയതാകരുത്. അവൻ്റെ അക്കൗണ്ടിൽ കയറിയത് എൻ്റെയും നിങ്ങളുടെയും അക്കൗണ്ടിൽ നിന്ന് പോയതാകരുത്. അത് ആകാതിരിക്കാനുള്ള ശ്രദ്ധയാണ് വേണ്ടത്. അവിടെ ചെന്നതിന് ശേഷം ഇതെൻ്റെതാണ് എന്ന് പറഞ്ഞ് തിരിച്ചു ചോദിച്ചാൽ കിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായ ബോധ്യം വിശ്വാസികൾക്ക് ഉണ്ടാവണം. മാത്രമല്ല, നരകത്തിൽ കഠിനമായ ശിക്ഷ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്
മിഅ്റാജിൻ്റെ സമയത്ത് നരകവും സ്വർഗവും കാണിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രവാചകൻ കണ്ട ഒരു കാഴ്ച ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് വിശദീകരണം ചോദിക്കുന്നതായി കാണാൻ കഴിയും. ചെമ്പ് കൊണ്ടുള്ള നഖത്താൽ മുഖവും നെഞ്ചും വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്ന കുറേയേറെ ആളുകളെ നരകത്തിൽ കണ്ടപ്പോൾ പ്രവാചകൻ ചോദിച്ചു, ഈ മനുഷ്യന്മാരെന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, ദുനിയാവിൽ ഈബത്ത് പറഞ്ഞ ആളുകളാണ്, പരദൂഷണം പറഞ്ഞ ആളുകളാണ് എന്ന്. അതിലേറെ ഗൗരവമായി പ്രവാചകന്റെ ഈ വചനത്തെ നമ്മൾ കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അൽ ഗീബത്തു അശദ്ദു മിനസ് സിന, വ്യഭിചാരത്തെക്കാൾ കഠിനമായ പാപമാണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ. എത്ര ഗൗരവമായി! സിന ആരെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കൂ? ചെയ്താൽ തന്നെ ആരെങ്കിലും അത് പുറത്ത് അറിയാൻ ആഗ്രഹിക്കില്ലല്ലോ. എത്ര ഗൗരവത്തിലാണ് വ്യഭിചാരത്തെ നമ്മൾ കാണുന്നത്. എന്നാൽ അതിനേക്കാൾ ശക്തമായ കഠിനമായ തിന്മയായാണ് ഗീബത്തിനെ പരിചയപ്പെടുത്തുന്നത്. ഖാലു, അപ്പോൾ സഹാബിമാര് പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് വകൈഫൽ ഗീബത്തു അശദ്ദു മിനസ് സിന, എങ്ങനെയാണ് പ്രവാചകരെ വ്യഭിചാരത്തെക്കാൾ വലിയ പാപമായി ഗീബത്ത് മാറുന്നത്, പരദൂഷണം മാറുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, ഇന്നർ റജുല ലയസ്നി ഫയതൂബുല്ലാഹു അലൈഹി, ഒരു മനുഷ്യൻ വ്യഭിചാരം ചെയ്തതിന് ശേഷം അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും പിന്നീട് ഒരിക്കലും അതിലേക്ക് മടങ്ങില്ല എന്ന് അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങിയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫയതൂബുല്ലാഹു അലൈഹി, അവനെ അള്ളാഹു പുറത്തു കൊടുക്കുകയും പരിശുദ്ധപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ വഇന്ന സ്വാഹിബൽ ഗീബത്തി ലാ യഗ്ഫിറു ലഹു ഹത്താ യഗ്ഫിറഹാ ലഹു സ്വാഹിബഹു, എന്നാൽ ഗീബത്ത് പറഞ്ഞവനോ അവൻ തൗബ ചെയ്തിട്ട് അവൻ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. കാരണം അവൻ ആരെക്കുറിച്ചാണോ ഗീബത്ത് പറഞ്ഞത് അവൻ ഇവന് പുറത്തു കൊടുക്കുന്നത് വരെ അവൻ്റെ പശ്ചാത്താപം സ്വീകരിക്കില്ല എന്നാണ്. ഗൗരവം ചെറുതൊന്നുമല്ല. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ അത് അള്ളാഹു പുറത്തു തരണമെങ്കിൽ, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എങ്കിൽ ചെയ്യാനുള്ളത് അവൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് അവനോട് അത് ഏറ്റുപറയുകയും തുടർന്ന് അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ പരലോകവും ഇഹലോകത്തെ ബന്ധങ്ങളും എല്ലാം ശിഥിലമാക്കി കളയുന്ന ഈ തിന്മയിൽ നിന്ന്, സ്വാഭാവികമായും ഉണ്ടായേക്കാവുന്ന ഈ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 75-ാമത്തെ വചനം, മാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തളഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ അല്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിം അഹ്ലുഹാ. മാലക്കും ലാ തുഖാതിലൂൻ, അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മാലക്കും ലാ തുഖാതിലൂൻ, നിങ്ങൾ എന്തുകൊണ്ടാണ് ധർമ്മസമരം ചെയ്യാത്തത്? ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. വൽ മുസ്തളഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ, ദുർബലരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാം അത്താണിയാകും വിധം, അവർക്ക് സഹായമാകും വിധം നിങ്ങൾ എന്തുകൊണ്ടാണ് ധർമ്മസമരം ചെയ്യാത്തത്? അവർ വിളിച്ചു പറയുന്ന വർത്തമാനം, ഈ ദുർബലരായ ആളുകൾ വിളിച്ചു പറയുന്നത്, റബ്ബന അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹ, ഈ അക്രമികളായ ആളുകൾ വസിക്കുന്ന ഈ ഗ്രാമത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണേ എന്ന് അള്ളാഹുവിനോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത്രമേൽ ദുർബലരായ, യാതൊരു വിധത്തിലുള്ള പ്രതിരോധത്തിനും കഴിയാത്ത ആളുകളെ, അവരെ സഹായിക്കുന്നതിന് വേണ്ടി എന്തേ നീ ധർമ്മസമരം ചെയ്യാത്തത് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ചോദ്യമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖലീഫയായി ചുമതല ഏറ്റതിന് ശേഷം ആദ്യമായി മിമ്പറിൽ കയറി തൻ്റെ അനുചരന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന പ്രസംഗത്തിലെ ഒരു ഭാഗം ഇതാണ്:
ലാ യദഅ ഖൗമുൻ അൽ ജിഹാദ ഫീ സബീലില്ലാഹി ഇല്ലാ ദറബഹുമുല്ലാഹു ബിദ്ദുൽ. ഒരു സമൂഹം ജിഹാദിനെ കൈയൊഴിഞ്ഞാൽ അവരെ അള്ളാഹു നിന്ദ്യത കൊണ്ട് മൂടും എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണുവാൻ സാധിക്കും. വിശ്വാസികൾക്ക് എക്കാലത്തും ബാധ്യതയായി വരുന്ന ഒന്നാണ് ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറയുന്നത്. പലപ്പോഴും അത് പറയുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവാനുള്ള കാരണം ജിഹാദ് എന്ന പദത്തിനെ അതിൻ്റെ ആശയത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനെ എങ്ങനെ മനസ്സിലാക്കണം എന്ന് പലരും വിചാരിച്ച രൂപത്തിലല്ല മനസ്സിലാക്കിയത്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അതിനെ എങ്ങനെ വികലമാക്കണം എന്നാണോ ആഗ്രഹിച്ചത്, ആ രൂപത്തിലുള്ള ഒരു ധാരണയാണ്, അല്ലെങ്കിൽ സായുധ പോരാട്ടങ്ങൾ മാത്രമാണ് ജിഹാദ് എന്ന് മനസ്സിലാക്കിയത് എടുത്താണ് ആ വീഴ്ച നമ്മൾ തിരിച്ചറിയേണ്ടുന്നത്. എവിടെ ഒരു സമൂഹത്തിന് നീതി നിഷേധിക്കപ്പെടുകയും അവൻ്റെ മനുഷ്യാവകാശങ്ങളെ ധ്വംസിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവിടെ ജിഹാദ് ചെയ്യുക എന്നുള്ളത് വിശ്വാസിയുടെ ബാധ്യതയായി കൊണ്ടുവേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഒരു നാട്ടിൽ അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, അവരുടെ അവകാശങ്ങൾക്കുമേൽ ആരെങ്കിലും കയ്യേറ്റ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അവിടെ വേണ്ട വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തുക എന്നുള്ളത് ജിഹാദിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ഒരു വോട്ടർ പട്ടിക ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വസ്തുത. SIR നടപ്പിലാക്കിയിരിക്കുന്നു. അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ചില ബോധ്യങ്ങളുണ്ട്, നമ്മൾ മനസ്സിലാക്കിയ കുറേയേറെ കാര്യങ്ങളുണ്ട്. ഒരു നാട്ടിലെ ജനാധിപത്യ ക്രമത്തിൽ തങ്ങളെ ഭരിക്കുന്ന ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള അതിൻ്റെ തിരഞ്ഞെടുപ്പ് വ്യവസ്ഥകളിൽ അവിടെയുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കപ്പെടുകയോ അല്ലെങ്കിൽ നിഷേധിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയോ ചെയ്യുന്ന സമയത്ത് കൃത്യമായ ഇടപെടലുകൾ നടത്തുക എന്നുള്ളത് വിശ്വാസിയുടെ ഭാഗമാണ്. പലപ്പോഴും ആലോചിക്കാറുള്ളത് വോട്ടെന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർക്ക് വേണ്ടി, രാഷ്ട്രീയ പാർട്ടികളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന തെറ്റിദ്ധാരണകൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇത് എൻ്റെ അവകാശമാണ് എന്നും പലപ്പോഴും ആലോചിക്കും, ഞാൻ വോട്ട് ചെയ്തില്ലെങ്കിൽ എന്താണ് കുഴപ്പം, വോട്ടേഴ്സ് ലിസ്റ്റിൽ എൻ്റെ പേരില്ലെങ്കിൽ എന്താണ് കുഴപ്പം എന്ന് പലരും ആലോചിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ വോട്ട് ചെയ്യാതിരിക്കുകയാണോ ചെയ്യുന്നത്, ഇതൊന്നുമല്ല വിഷയം. നമ്മൾ അതിൽ ഉണ്ടാവുക, നമ്മുടെ അവകാശങ്ങൾ വകവെച്ച് നൽകപ്പെടുക എന്നിടത്ത് നമ്മൾ ഉണ്ടാവണം എന്നതാണ്. അതുകൊണ്ട് കൃത്യമായ ശ്രദ്ധ വേണം. നമുക്കറിയാം 2002 വോട്ടേഴ്സ് ലിസ്റ്റ് പ്രകാരമാണ് പുനഃക്രമീകരണങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ ആർക്കുമില്ല, എല്ലാ ആളുകളും അപേക്ഷ കൊടുക്കണം. ഇതിന് ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വരും. ഇതിൽ ഒരു ഉദാസീനത നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത് എന്ന് പറയാൻ വേണ്ടി, എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് മുൻകാലങ്ങളിലും നടന്നത് തന്നെയാണ്. പക്ഷേ നമ്മൾ കരുതലോടുകൂടി ജാഗ്രത ആ കാര്യത്തിൽ പാലിക്കണം എന്ന് സൂചിപ്പിക്കാനാണ്. പലർക്കും ഒരു സ്വഭാവമുള്ളത്, ചില രേഖകളൊക്കെ ചില ആളുകൾ വന്ന് ചോദിക്കുമ്പോഴേക്ക് ദേഷ്യം കൊണ്ടോ ഒക്കെ അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു അലസത കാണിക്കുന്ന ഒരു സമീപനം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. എന്നാൽ അതിനെ കൃത്യമായി നമ്മൾ കാണുകയും നമ്മുടെ രേഖകൾ കൃത്യമായി ശരിപ്പെടുത്തി വെക്കുകയും നമ്മുടെ കുടുംബങ്ങളിലുള്ള, നമ്മുടെ അയൽപക്കങ്ങളിലുള്ള, ഇതിൽ ജാതിമത വ്യത്യാസങ്ങളില്ല, എല്ലാ ആളുകളെയും പറഞ്ഞു മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. നവംബർ 4 മുതൽ നമ്മുടെ വീടുകൾ തേടി അവർ വരുമ്പോൾ, നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ അവർ നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ അതിനോട് ഗുണകാംക്ഷപരമായ ഒരു സമീപനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതിലേക്ക് ആവശ്യമായ രേഖകൾ നമ്മളിൽ ഉണ്ടാവണം. നമ്മൾ ഓരോരുത്തരും ഈ രാജ്യത്തിൻ്റെ ഭരണ സാരഥ്യം ആര് കൈവരിക്കണം,
ആര് നിയന്ത്രിക്കണം എന്നിടത്ത് എൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നിടത്ത് ഞാൻ ഉണ്ടാവണം, എൻ്റെ കുടുംബം ഉണ്ടാവണം, എൻ്റെ സഹോദരന്മാരുണ്ടാവണം എന്ന ബോധ്യത്തോടുകൂടി നസീഹത്തോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സൂചിപ്പിച്ചത് ഇതിനെ തുടർന്ന് വരാനിരിക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന ഒരാലോചന കൂടി ഉണ്ടാവുന്നത് നല്ലതാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ പലപ്പോഴും മുസ്ലിം ഉമ്മത്തിൻ്റെ പൊതുവായ ഒരു സമീപനം ഇതിനോടൊക്കെ ഒരു വിമുഖത കാണിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് കൂടിയാണ് ഗൗരവമായ രൂപത്തിൽ ഇത് വീണ്ടും ഉണർത്തുന്നത്. അതിനോട് പോസിറ്റീവായി തന്നെ പ്രതികരിക്കാനും അതിനു വേണ്ട നടപടികൾ എല്ലാ ആളുകളെയും അർഹരായവരെ എല്ലാം അതിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രമങ്ങളെ വിജയിപ്പിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ പള്ളിയിൽ വളരെ കാലമായി സജീവമായിരിക്കുകയും ഇതിൻ്റെ ആദ്യ കാലം മുതൽ തന്നെ ഇതിനോടൊപ്പം ഉണ്ടാവുകയും ചെയ്തിരുന്ന ഷറഫിക്ക കഴിഞ്ഞ ദിവസം മരണപ്പെട്ട് പോയിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പാപങ്ങൾ വിട്ടുപുറത്ത് ഖബറ് വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നാളെ നമ്മെയും അദ്ദേഹത്തെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ തന്നെ നമ്മുടെ പ്രദേശത്തെയും ഇസ്ലാഹി ചലനങ്ങൾക്ക് നേതൃത്വം വഹിച്ചുകൊണ്ടിരുന്ന ഹസൻ മദനി ഒരു രോഗത്തെ തുടർന്ന് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടി ജീവൻ നിലനിർത്തുന്ന അവസ്ഥയിലാണുള്ളത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ രോഗത്തിന് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിച്ച് നൽകുമാറാവട്ടെ. നമ്മുടെ രോഗങ്ങളെ അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ സാമ്പത്തികമായ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകളുടെ എല്ലാ പ്രതിസന്ധികളെയും അള്ളാഹു ദൂരീകരിച്ച് നൽകുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിൽ ഹജാത്ത് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.